അമേരിക്കയുടെ തിരിച്ചടി തീരുവ പ്രാബല്യത്തിലായതിനു പിന്നാലെ റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം പ്രാബല്യത്തിൽ വന്നു. പ്രതീക്ഷകൾ ശരിവെച്ച് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് വീണ്ടും 0.25% വെട്ടിക്കുറച്ചു. ഫെബ്രുവരിയിലും 0.5% കുറച്ചിരുന്നു. 6.25%ത്തിൽ നിന്ന് 6%മായാണ് റീപ്പോ ഇന്ന് കുറച്ചതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ, മറ്റ് വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കും ആനുപാതികമായി കുറയുമെന്നത് ജനങ്ങൾക്ക് വൻ ആശ്വാസമാകും. മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. നടപ്പുവർഷം ഇന്ത്യ 6.7% വളരുമെന്ന മുൻ നിലപാട് റിസർവ് ബാങ്ക് തിരുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട താരിഫ് യുദ്ധം ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതാവസ്ഥയ്ക്ക് വഴിവെച്ചതോടെ നടപ്പുവർഷം ഇന്ത്യ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 6.5%മായാണ് വെട്ടിക്കുറച്ചത്. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞു വരുന്നത് അനുകൂല ഘടകമാണ്. ആഗോളതലത്തിലെ നികുതി ഭീഷണിയെ മറികടക്കാൻ മാറ്റം അനിവാര്യമെന്നാണ് വിലയിരുത്തൽ. 5 വർഷത്തിനിടെ ആദ്യമായി അടിസ്ഥാന പലിശ നിരക്ക് റിസർവ് ബാങ്ക് പണനയ സമിതി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് 0.5% കുറച്ചിരുന്നു. ഇതോടെ പുതിയ നിരക്ക് 6.25%. പിന്നാലെ ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശയും കുറഞ്ഞു. സ്ഥിര നിക്ഷേപ പലിശയും ആനുപാതികമായി കുറഞ്ഞിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ഘട്ടം ഘട്ടമായി 0.5% മുതൽ 0.75% വരെ പലിശ കുറച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. 2020 മെയ്യിൽ കോവിഡ് കാലത്താണ് ഇതിനു മുൻപ് പലിശ കുറച്ചത്. കോവിഡിന് ശേഷം പണപ്പെരുപ്പം കൂടിയതോടെ ഘട്ടം ഘട്ടമായി പലിശ നിരക്ക് ഉയർത്തുകയും ചെയ്തു. വിലക്കയറ്റ ഭീഷണി ഒഴിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിലാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനമേകാൻ പലിശ നിരക്ക് കുറച്ചതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. രാജ്യാന്തര വ്യാപാര മേഖലയിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത് ജാഗ്രത തുടരുമെന്നും ന്യൂട്രൽ നയം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂട്രൽ നയം അനുസരിച്ചും സാഹചര്യം പരിഗണിച്ചും RBIക്ക് പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം.